भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഒരുമിച്ചു ധർമ്മങ്ങളൊക്കെ നടത്തിടാം, ഒരു മനമായിട്ടു ജീവിച്ചിടാം. ഒന്നായി നന്നായി ജീവിക്കാനായതും ഒന്നാകും കണ്ണന്റെ കാരുണ്യം താൻ. ഭഗവാന്റെ അനൽപമായ കാരുണ്യം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ 30ാം വിവാഹ വാർഷികമാണ് എന്ന സന്തോഷം കൂടി എല്ലാവരുമായി പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 640ാമത്തെ ദിവസം ആരംഭിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ രുക്മിണി സംവാദം, ആ ഭാഗം തന്നെയാണ് ഇന്ന് നമുക്ക് അനുസ്മരിക്കേണ്ടത് എന്നുള്ളതും വലിയ സന്തോഷത്തിന് കാരണമാണ്. ഭഗവാൻ ഒരു നേരം പോക്ക് പറഞ്ഞപ്പോ, തന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ, ഭഗവാൻ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയോടുകൂടി രുക്മിണി മോഹാലസ്യപ്പെട്ടു വീണു എന്നും, ഭഗവാൻ രുക്മിണിയെ വാരിയെടുത്ത് ആ പര്യങ്കത്തിൽ ഇരുത്തി രുക്മിണിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് രുക്മിണിയെ വേണ്ട പോലെ സമാധാനിപ്പിച്ചു, സാന്ത്വനിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ദശമസ്കന്ധം 60ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു. രുക്മിണിയെ സാന്ത്വനിപ്പിച്ച ഭഗവാൻ പിന്നീട് രുക്മിണിയോട് പറഞ്ഞു, മാമാ വൈദർഭ്യസൂയേധാ ജാനേ ത്വാം മൽപരായണാം ത്വദ്വജ ശ്രോതു കാമേന ക്ഷേള്യാചരിതമംഗനേ. വൈദർഭി, ഹേ വിദർഭപുത്രി, മാ അസൂയേധ, എന്നെ ഒരിക്കലും ദോഷം ഉള്ള ആളാണെന്ന് വിചാരിക്കേണ്ട. ത്വാം മൽപരായണം, നിന്നെ ഞാനാകുന്ന പരാമമായ ആശ്രയത്തോടു കൂടിയവളായിട്ട് ജാനെ അറിയുന്നു. നിനക്ക് ഏകാശ്രയം ഞാൻ മാത്രമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അങ്കനെ ത്വദ്വച ശ്രോതുകാമേന, ഹേ സുന്ദരി, നിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടു കൂടിയിട്ടാണ് മയാ ക്ഷേള്യ ആചരിതം, ഞാനിങ്ങനെ ഒരു നേരം പോക്ക് പറഞ്ഞത് എന്നാണ്.
നിന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചതിൽ എനിക്ക് ഒരിക്കലും എന്നോട് ദോഷം തോന്നരുത്, എന്നോടൊരു തിരിച്ച് ഒന്ന് തോന്നരുത്. ഞാൻ നിന്റെ വാക്ക് കേൾക്കാനുള്ളൊരു താല്പര്യം കൊണ്ട്, ഗൃഹസ്ഥാശ്രമികളുടെ ഒരു ലീലയായതുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പ്രണയകലഹരൂപമായ വാക്കിന്റെ ഭംഗി, നിന്റെ നോട്ടം, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ ഒരിക്കലും കരയണ്ട, വിഷമിക്കണ്ട. മുഖം ച പ്രേമ സംരംഭ സ്ഫുരിതാധരമീക്ഷിതും കടാക്ഷേപാരുണാപാംഗം സുന്ദര ഭൃകുടി തടം. പ്രേമസംരംഭ സ്ഫുരിതാധരം, പ്രേമകോപം കൊണ്ട് ഇളകുന്ന അധരം. കടാക്ഷേപാരുണാപാംഗം, കടാക്ഷങ്ങൾ കൊണ്ടുള്ള ആക്ഷേപത്തിൽ അരുണനിറത്തിൽ ചുവന്നിരിക്കുന്ന കണ്ണുകൾ. സുന്ദര ഭൃകുടി തടം, സുന്ദരമായ പുരികത്തടത്തോടു കൂടിയ മുഖം. ഈക്ഷിതും ച, ആ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പ്രേമാധിക്യം കൊണ്ട് നിനക്ക് കോപമുണ്ടാകും. ഞാനിങ്ങനെ നിന്നെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, കോപം ഉണ്ടാവും. അപ്പൊ നിന്റെ ചുണ്ട് വിറയ്ക്കും, അതേപോലെ തന്നെ കടക്കണ്ണ് ചുവക്കും, അതിമനോഹരമായ പുരികത്തടങ്ങൾ വളയും. അങ്ങനെ ഈ അവസ്ഥ കൊണ്ട് മനോഹരമായിരിക്കുന്ന നിന്റെ മുഖം ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു ലീലയാടിയത്. അല്ലാതെ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭഗവാൻ ദാ പറയുന്നു. അയം ഹി പരമോലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം യന്നർമ്മൈർനീയതേയാമ പ്രിയയാ ഭീരുഭാമിനി. ഭീരു, ഹേ ഭയമുള്ളവളെ, ഭാമിനി, സുന്ദരി. ഗൃഹേഷു ഗൃഹമേധിനാം, ഗൃഹങ്ങളിൽ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ ആചരിക്കുന്നവർക്ക്, പ്രിയയാ, തൻ്റെ പ്രിയപ്പെട്ടവളോടുകൂടി, നർമ്മൈ, നേരം പോക്കുകൾ കൊണ്ട്, യാമഹ, ഒരല്പസമയം, നീയതേയത്, അത് അങ്ങനെ പോവുകയാണെങ്കിൽ, അയം ഹി പരമോ ലാഭ, ഇത് തന്നെയാണ് ഏറ്റവും പരമമായ ലാഭം, ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പൊ ഗൃഹസ്ഥാശ്രമികളുടെ രീതി, പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവും ഗൃഹസ്ഥാശ്രമികൾക്ക്, ഇല്ലേ? അതിനിടയിൽ വീട് കിട്ടുന്ന അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളാണിത്. തൻ്റെ പ്രിയപ്പെട്ടവളോട് ചേർന്നിരിക്കുക, എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് പറയുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ്. പിന്നെ എന്ത് വിനോദമാണ് ഗൃഹസ്ഥാശ്രമത്തിലുള്ളത്? എപ്പോഴും കാര്യഭാരത്തിൽ മുഴുകി പല നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പല ടെൻഷനുകളിൽ കഴിയുകയാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഭയമുള്ളത് കൊണ്ട് ഈ രഹസ്യം മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും വിഷമിക്കേണ്ട, നിന്നോടുള്ള സ്നേഹം എന്നെന്നും എനിക്കുണ്ടാവും. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, സൈവം ഭഗവതാ രാജൻ വൈദർഭീ പരിസാന്വിത ജ്ഞാത്വാ തൽപരിഹാസോക്തിം പ്രിയത്യാഗഭയം ജഹൗ. രാജൻ സാ വൈദർഭി, ആ രുക്മിണി ഭഗവതാ ഏവം പരിസാന്വിത, ഭഗവാനാൽ ഇങ്ങനെ സാന്ത്വനിക്കപ്പെട്ടപ്പോ, തൽപരിഹാസോക്തി ജ്ഞാത്വ, ഭഗവാന്റെ ഉള്ളിലെ ആ നേരം പോക്ക പരിഹാസ വാക്കുകളെ മനസ്സിലാക്കിയിട്ട്, പ്രിയത്യാഗഭയം, തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ ത്യജിക്കുമോ എന്നുള്ള പേടിയെ ജഹൗ, ഉപേക്ഷിച്ചു. ഗൃഹസ്ഥ ധർമ്മത്തെ അനുസരിക്കുന്ന ഭഗവാന്റെ പ്രൗഢി, അത് ശാസ്ത്രപണ്ഡിതന്മാർക്കൊന്നും അറിയില്ല. സർവൈശ്വര്യപൂർണനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണിയെ സമാധാനിപ്പിച്ചപ്പോ രുക്മിണിക്ക് സമാധാനായി എന്ന് മാത്രമല്ല, തന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഭയവും രുക്മിണിക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചു. ഭഗവാൻ വെറും നേരം പോക്കായിട്ടാണ്, ഒരു നർമ്മസല്ലാപം മാത്രമായിരുന്നു ഇത്, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്ന് രുക്മിണിക്ക് മനസ്സിലായി. പരീക്ഷത്തെ, അപ്പൊ ഗൃഹസ്ഥധർമ്മത്തെ അനുസരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ മായ അല്ലെങ്കിൽ ആ പ്രൗഢി നിങ്ങളെപ്പോലുള്ള ആളുകൾക്കേ കുറച്ചെങ്കിലും മനസ്സിലാവുള്ളൂ എന്നാണ്. രസിക ഭക്തന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. കേവലമായ ശുഷ്കശാസ്ത്ര പണ്ഡിതന്മാർ, അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ബഭാഷ ഋഷഭം പുംസാം വീക്ഷന്തി ഭഗവൻ മുഖം സവ്രീഡഹാസരുചിരസ്നിഗ്ധാപാംഗേന ഭാരത. ഹേ ഭാരത, പരീക്ഷത്തെ,
സവ്രീഡഹാസരുചിര സ്നിഗ്ധാപാങ്കേന, വ്രീഡ ലജ്ജയോടുകൂടിയുള്ള മന്ദഹാസം, മനോഹരമായ മൃദുവായ കടാക്ഷം. അങ്ങനെ ഭഗവൻ മുഖം വീക്ഷന്തി, ഭഗവാന്റെ മുഖത്തെ നോക്കുന്ന ആ രുക്മിണി, പുംസാം ഋഷഭം, ആ പുരുഷോത്തമൻ, ഉത്തമൻ ഋഷഭൻ, ഉത്തമൻ ശ്രേഷ്ഠൻ, പുരുഷശ്രേഷ്ഠനോട്, ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. തനിക്ക് ഭഗവാന്റെ ഈ നേരം പോക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ടുള്ള ലജ്ജ. അതോടൊപ്പം തന്നെ ഭഗവാൻ തന്നെ ഉപേക്ഷിക്കില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന അതേപോലെയുള്ള ഒരു മന്ദഹാസം. അതുകൊണ്ട് മനോഹരമായ കടക്കണ്ണുകൊണ്ട് ഭഗവാനെ ഒന്നിങ്ങനെ നോക്കിയിട്ട് രുക്മിണി പറയാണ്. രുക്മിണി പറയുന്ന വാക്കുകൾ അത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാൻ നർമ്മസല്ലാപമാണ് ചെയ്തതെങ്കിലും പറഞ്ഞതിൽ തന്നെ സ്വീകരിക്കാത്തതിൽ 16 ദോഷങ്ങൾ തനിക്കുണ്ടെന്നും, രുക്മിണിക്ക് 2 ദോഷങ്ങളുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ആ 16 ദോഷങ്ങൾ എന്തൊക്കെയാണ് വ്യാഖ്യാതാക്കൾ നമുക്ക് വളരെ വിസ്തരിച്ച് പറഞ്ഞു തരുന്നു. ഒന്ന്, ഭഗവാൻ രുക്മിണിക്ക് സദൃശനല്ല. രാജാക്കന്മാരിൽ നിന്ന് പേടിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ദുർഗത്തെ ആശ്രയിച്ചവൻ, ദ്വാരകയിൽ പോയി താമസിക്കുന്നവൻ, ബലവാന്മാരോട് വൈരമുള്ളവൻ, രാജത്വമില്ലാത്തവൻ, വളരെ സ്പഷ്ടമായിട്ടുള്ള ആചാരങ്ങളില്ലാത്തവൻ, ലൗകികന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ആള്, സ്ത്രീകളെ സന്തോഷിപ്പിക്കാനുള്ള താല്പര്യം, ഉത്സാഹമില്ലാത്തവൻ, ധനമില്ലാത്തവൻ, ദരിദ്രന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അതേപോലെ തന്നെ ധനികന്മാർ ആചരിക്കാത്ത സമ്പ്രദായമുള്ളവൻ, വിവാഹത്തിന് വേണ്ട യോഗ്യതകളില്ലാത്തവൻ, ഗുണഹീനൻ. വെറുതെ ചിലരൊക്കെ സ്തുതിക്കുന്നത് കേട്ട് ആ അഹങ്കാരമുണ്ടായവൻ, ഗർവിഷ്ഠൻ, ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്ന ഉദാസീനൻ, കാമുകനല്ലാത്തവൻ. രുക്മിണിക്ക് 2 ദോഷം. ഇങ്ങനെയുള്ളവനാണ് ഭർത്താവ് എന്ന് അറിയാത്തതാണ് രുക്മിണിക്ക് പറ്റിയ ആദ്യത്തെ ദോഷം. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഭർത്താവിനെ സ്വീകരിച്ചാൽ ഇനി ഉണ്ടാകാവുന്ന കഷ്ടം മുൻകൂട്ടി അറിയാൻ സാധിക്കാത്തത് മറ്റൊരു ദോഷം. രാജാക്കന്മാര് അനേക ഗുണങ്ങൾ ഉള്ള ആളുകളാണ്. ഭഗവാനോ, ഭഗവാൻ തൻ്റെ സ്വദോഷത്വേന പറഞ്ഞ സംഗതികളൊക്കെ തന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് രുക്മിണി സമർത്ഥിക്കുകയാണ് അവിടെ ചെയ്യണത്. ഭഗവാൻ സത്യവ്രതനാണ്, സത്യസ്വരൂപനാണ്. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ട് രുക്മിണി പുഞ്ചിരിച്ചും കൊണ്ട് ഭഗവാനെ ആ തൻ്റെ പ്രേമ കടാക്ഷങ്ങളെ കൊണ്ട് വീക്ഷിച്ചും കൊണ്ട് രുക്മിണി പറയുന്നു, നന്വേവമേതദരവിന്ദ വിലോചനാഹ യദ്വൈ ഭവാൻ ഭഗവതോ സദൃശീ വിഭൂമ്ന ക്വേ മഹിമ്യഭിരതോ ഭഗവാംസ്ത്രധീശ ക്വാഹം ഗുണപ്രകൃതിരാജ്ഞഗൃഹീതപാദ. രുക്മിണിയുടെ മറുപടി വളരെ വിശേഷമായിട്ടുള്ള മറുപടിയാണ്. അരവിന്ദലോചന, താമരക്കണ്ണ എന്ന് ഭഗവാനെ വിളിക്കുന്നു. ഭവാൻ യത് ആഹ, അങ്ങ് എന്താണോ പറഞ്ഞത്, ഏതത് ഏവം നനു, അത് അങ്ങനെ തന്നെയാണ്. അങ്ങ് നുണയായിട്ട് പറയാൻ ഉദ്ദേശിച്ചാലും അത് സത്യമായി മാറും. വിഭൂംന, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന്, അസദൃശി, ഞാൻ ഒരിക്കലും തുല്യയല്ല. സ്വേ മഹിംനി അഭിരത, തന്റെ മഹിമാവിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ത്രിധീശ, ത്രിമൂർത്തികളുടെ ഈശ്വരനായ ഭഗവാൻ അവിടുന്ന് എവിടെയാണ്? അജ്ഞഗൃഹീത പാദ, അറിവില്ലാത്ത ആളുകൾ സ്വീകരിക്കുന്ന പാദങ്ങളോടുകൂടിയ ഗുണപ്രകൃതി, ഗുണങ്ങളുടെ പ്രകൃതിയായ അഹം ഞാൻ എവിടെയാണ്? കസ്മാന്നോ വവൃഷയ സമാൻ, സദൃശനല്ലാത്ത എന്നെ നീയെ സ്വീകരിച്ചതൊട്ടും നന്നായില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. സ്ത്രീ പുരുഷന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് യോഗ്യത അധികരിക്കുന്നത് കൊണ്ടും കുറയുന്നത് കൊണ്ടും അവര് സമാനന്മാരാവില്ല. ഒരേപോലെയുള്ള ആളുകൾ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ ബുദ്ധിയുടെ കാര്യത്തിലുണ്ടാവും, സമ്പത്തിന്റെ കാര്യത്തിലുണ്ടാവും. അപ്പോ അത് സാധാരണയാണ്. പക്ഷേ അങ്ങയെ വിവാഹം ചെയ്യാൻ ഞാൻ അങ്ങക്ക് സദൃശയല്ല എന്ന് പറഞ്ഞത് സത്യമാണ്.
കാരണം സൗന്ദര്യത്തിന്റെ കാര്യം നോക്കിയാൽ അവിടുന്ന് ആരാണ്? അരവിന്ദ നേത്ര, അരവിന്ദ സദൃശമായ ചെന്താമര ഇതൾ പോലെ നീണ്ടിടംപെട്ട കണ്ണുകൾ. ആ കണ്ണുകളുടെ സൗന്ദര്യം, ഒരവയവത്തിന്റെ സൗന്ദര്യത്തിന് തുല്യമായ സൗന്ദര്യം എനിക്ക് ഒരവയവത്തിനും ഇല്ല. സ്വരൂപ ആനന്ദത്തിൽ നിമഗ്നനായിരിക്കുന്ന അവിടുന്ന് ബ്രഹ്മാതിദേവന്മാരുടെയും, ബ്രഹ്മാവ്, മഹാദേവൻ, ദേവേന്ദ്രൻ, വരുണൻ, അഗ്നി എന്ന് വേണ്ട സകല ദേവന്മാരുടെയും ദേവനാണ്. സത്വാദി ഗുണങ്ങളുടെ പ്രകൃതിയായിരിക്കുന്ന എനിക്കും അങ്ങയ്ക്കും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ശരിയാണ്. കാരണം നശ്വരമായ വിഷയസുഖങ്ങളുടെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് എന്നെ സേവിക്കുന്നത്. വിഷയസുഖങ്ങളുടെ നിസ്സാരതയെ അറിയാത്ത അജ്ഞന്മാര് അവരെന്നെ സേവിക്കുന്നുണ്ടാവും. പക്ഷേ നാശരഹിതമായ നിത്യാനന്ദം, പരമാനന്ദാനുഭൂതിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവിടുത്തെ ആശ്രയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സൗന്ദര്യം, ഐശ്വര്യം, മഹാപ്രഭുത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിൽ അവിടുന്ന് ഉത്കൃഷ്ടനാണ്, ഞാൻ നികൃഷ്ടയാണ്. അങ്ങനെ ഞാൻ അങ്ങയെ വിവാഹം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണ്. സത്യം ഭയാദിവ ഗുണേഷു ഉരുക്രമാന്തശേതേ സമുദ്ര ഉപലംഭനമാത്ര ആത്മാ നിത്യം കതിന്ദ്രിയഗണൈകൃത വിഗ്രഹസ്ത്വം ത്വൽസേവകൈർനൃപപദം വിധുതം തമോന്ധം. ഉരുക്രമ, മഹാപരാക്രമശാലിയായിരിക്കുന്ന ഭഗവാനെ, ഉപലംഭനമാത്ര, ചൈതന്യഘനസ്വരൂപനായി ആത്മാവായിരിക്കുന്ന അവിടുന്ന് ഗുണേഭ്യ ഭയാദിവ, ഗുണങ്ങളിൽ നിന്ന് ഭയപ്പെട്ടെന്നതുപോലെ സമുദ്രേ അന്തഃ ശേത, സമുദ്രത്തിന്റെ ഉള്ളിൽ ശയിക്കുന്നു. ശരിയാണത്. കാരണം കതീന്ദ്രിയഗണൈ, കുൽസിതങ്ങളായ ഇന്ദ്രിയഗണങ്ങളോട് അവിടുന്ന് നിത്യം കൃതവിഗ്രഹ, എന്നും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അന്ധം തമഹ, അതിഭയങ്കരമായിരിക്കുന്ന അന്ധകാരതുല്യമായിരിക്കുന്ന നൃപപദം അങ്ങയെ സംബന്ധിച്ചിടത്തോളം ത്വൽ സേവകൈഹി, അവിടുത്തെ സേവകന്മാർ പോലും ഉപേക്ഷിച്ചിരിക്കണമെന്നാണ്. രാജഭ്യോ ബിഭ്യത സുഭ്രു സമുദ്രം ശരണം ഗതാൻ, അടുത്ത ഭഗവാന്റെ വാക്കതാണ്. അതിനെയാണ് രുക്മിണി വ്യാഖ്യാനിക്കുന്നത്. രാജാക്കന്മാരിൽ നിന്ന് ഭയപ്പെട്ട് സമുദ്രത്തെ ശരണം പ്രാപിച്ചു ഞാൻ. അതുകൊണ്ട് നമ്മള് യോഗ്യത അല്ലെങ്കിൽ യോജിപ്പുള്ളവരല്ല. കാരണം രുക്മിണി രാജകീയമായ അധികാരത്തോടുകൂടി രാജാവിന്റെ മകളായി ജീവിക്കുന്നവളാണ്. പരാക്രമശാലിയായിരിക്കുന്ന ഭഗവാനെ, ഉരുക്രമ, മൂന്നടി കൊണ്ട് മൂന്ന് ലോകങ്ങളെയും കീഴടക്കിയ അവിടത്തേക്ക് ഭയം എന്നൊന്നില്ല. എങ്കിലും ഒളിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത് അത് സത്യമാണ്. ശബ്ദാദി വിഷയ സുഖങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന രജോ ഗുണപ്രധാനികളായിരിക്കുന്ന രാജാക്കന്മാര്, ചക്രവർത്തിമാര്, അവർക്ക് അങ്ങയെ കാണാൻ സാധിക്കില്ല. അവർക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ പ്രജ്ഞാനഘനസ്വരൂപനായി സർവാന്തര്യാമിയായി അവിടുന്ന് എല്ലാവരുടെയും ഹൃദയഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. ഇപ്പൊ സമുദ്രാന്തർഭാഗത്ത് ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. അത് പേടി കൊണ്ടല്ല. പരമദുഷ്ടന്മാർക്ക് അങ്ങയെ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരിക്കുകയാണ്. ബലവദ്ഭി കൃതദ്വേഷാൻ, ബലവാന്മാരോട് അവിടുന്ന് എതിർക്കണു എന്ന് പറഞ്ഞു. അതും ശരിയാണ്. കാരണം ഈ വിഷയസുഖങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അധീനന്മാരായിരിക്കുന്നവർ, അവര് അവിടുന്ന് ആസുരയോനിയിൽ പ്രവേശിപ്പിച്ച് ദുഃഖിപ്പിക്കുന്നു. അവർക്കും അങ്ങയോട് അല്ലെങ്കിൽ അങ്ങയ്ക്ക് അവരോടും ചേർച്ചയില്ല. നിത്യവൈരം എന്നുള്ളത് ശരിയാണ്. ത്യക്തനൃപാസന, രാജാസനത്തെ ഉപേക്ഷിച്ചവൻ എന്ന് പറഞ്ഞു. അങ്ങ് രാജ്യാധികാരമില്ലാത്തവനാണ്. എന്നാൽ അങ്ങക്ക് എന്തിനാണ് രാജ്യാധികാരം? രാജ്യാധികാരമുള്ള ആളുകൾ പോലും, പ്രിയവ്രതൻ, പ്രഹ്ലാദൻ എന്ന് വേണ്ട ഇങ്ങനെ നിരവധി ചക്രവർത്തിമാര് അവരുടെ കിരീടവും ചെങ്കോലും ഒക്കെ വലിച്ചെറിഞ്ഞ് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോ അവിടുത്തെ ഭക്തന്മാർ പോലും രാജകീയമായ അധികാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെങ്കിൽ, അവർക്ക് ഭരണം വേണ്ട, ഭജനം മാത്രം മതി എന്ന് പറയുന്നുവെങ്കിൽ, അവിടുത്തേക്ക് രാജ്യാധികാരം വേണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങക്ക് രാജ്യാധികാരവും വേണ്ട. അങ്ങ് കേവലം ഒരു രാജ്യത്തിന്റെ അധികാരിയല്ല,
മറിച്ച് ഈ ലോകത്തിന്റെ രാജ്യങ്ങളുടെ മുഴുവൻ ആ പൂർണ്ണതയായ ലോകത്തിന്റെ അധികാരിയാണ്. ത്വൽപാദ പത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യാ ഭൂമം സ്തവേഹിതമധോ അനുയേ ഭവന്തം. ത്വൽപാദപത്മമകരന്ദജുഷാം, അവിടുത്തെ പാദപത്മ ധ്യാനം കൊണ്ടുള്ള ആനന്ദത്തെ അനുഭവിക്കുന്ന ഋഷീശ്വരന്മാരുടെ വർമ്മ, അവരുടെ മാർഗം അസ്ഫുടം, അത് തന്നെ അസ്പഷ്ടമാണ്. നൃപശുഭി, പശുതുല്യരായ മനുഷ്യരാൽ ദുർവിഭാവ്യം, വിഭാവനം ചെയ്യാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് ഹേ ഭൂമൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ, യേ ഭവന്തം, ആരാണോ അങ്ങയെ അനുസരിക്കുന്നത്, ഈഹിതം അലൗകികം, വ്യാപാരം ലോകമര്യാദയെ അനുസരിച്ചല്ല, അതുകൊണ്ട് തന്നെ ഈശ്വരസ്യ തവ കിം, എല്ലാത്തിനെയും നിയമിക്കുന്ന. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ, അവിടുത്തെ ഭജിക്കുന്ന ആളുകളുടെ തന്നെ വ്യാപാരം അലൗകികമാണ് എന്നിരിക്കെ, അസ്പഷ്ട വർമാനം പുംസാം അലോക പഥമീയുഷാം, അറിയാൻ കഴിയാത്ത ആചാരവും ലൗകിക വിരുദ്ധമായ നടപടിയുമുള്ളവനാണ് താൻ എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ, അതും ശരിയാണ് എന്ന് പറയുകയാണ് രുക്മിണി. ഭഗവാനെ, അവിടുത്തെ പാദപത്മത്തെ ധ്യാനിക്കുന്നത് കൊണ്ടുള്ള പരമാനന്ദരസം അനുഭവിക്കുന്നവർ, അവരെയാണ് ഭക്തന്മാരെന്ന് പറയുക. അങ്ങനെയുള്ള മുനിമാരുടെയും ഭക്തന്മാരുടെയും ഒക്കെ അവരുടെ മാർഗം പോലും അസ്പഷ്ടമാണെന്നിരിക്കെ, അവർ ആരാധിക്കുന്ന അവിടുത്തെ മാർഗം അസ്പഷ്ടമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങേ ഭജിക്കുന്ന വിവേകികളായ സജ്ജനങ്ങൾ, അവർ ചെയ്യുന്ന വ്യാപാരം തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ സ്വരൂപാനന്ദം കൊണ്ട് ത്രിലോകത്തെയും ത്രിമൂർത്തികളെയും ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന സർവലോക നിയന്താവായിരിക്കുന്ന അവിടുത്തെ പ്രവൃത്തി അലൗകികമാണ് എന്ന് പറയണോ? അപ്പോ എല്ലാ നിലയ്ക്കും അവിടുത്തെയിൽ സ്വതയിരിക്കുന്നത് ഉചിതം തന്നെയാണ്. ആ രണ്ട് സ്ഥിതിയും അവിടുത്തേതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ചേർച്ചയില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അവിടെ സമർത്ഥിക്കുകയാണ് രുക്മിണി. ആ സമയം ആയി എന്നുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. രുക്മിണിയുടെ അതിമനോഹരമായ വാക്ക് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത് പാദങ്ങളിൽ ഭക്തിപൂർവം ഈ അക്ഷര പുഷ്പാഞ്ജലിയെ സാദരം സവിനയം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.